ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് മടക്ക് സേവയാണ്. പല സ്ഥലങ്ങളിൽ പല പേരുകളിൽ ഇതിനെ അറിയപ്പെടും. നമ്മൾ ബേക്കറിയിലൊക്കെ കാണുന്ന ഈ പലഹാരം നമുക്ക് വീട്ടിൽ തന്നെ ഈസിയായി തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, വീഡിയോയിലേക്ക് പോവാം. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. മടക്ക് സേവ തയ്യാറാക്കുന്നതിനായിട്ട് 2 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒന്നുകിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം, അല്ലെങ്കിൽ കുറച്ച് യെല്ലോ ഫുഡ് കളർ ചേർക്കാം. ഞാനിവിടെ കുറച്ച് യെല്ലോ ഫുഡ് കളർ ചേർക്കുകയാണ്. ഇനി 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മാവ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് ചപ്പാത്തിയുടെക്കാളും കുറച്ചുകൂടി കട്ടിക്ക് കുഴച്ചെടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, പച്ചവെള്ളം തന്നെ ഒഴിച്ചാൽ മതി. സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുത്താൽ മതി. ഈ ഒരു പരുവത്തിന് മാവിനെ നമുക്ക് കുഴച്ചെടുക്കാം. ഇനി ഈ മാവ് നമുക്ക് ഈ ടേബിൾ ടോപ്പിലോട്ട് തന്നെ മാറ്റാം. മാവിനെ ഞാൻ 2 പാർട്ടായിട്ട് എടുക്കുകയാണ്. ടേബിൾ ടോപ്പിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. മാക്സിമം കട്ടി കുറച്ച് എത്രത്തോളം പരത്താൻ പറ്റും അത്രയും അങ്ങനെ പരത്തിയെടുക്കാം. ഇനി നമുക്ക് ഇതിന് മേളിലായിട്ട് കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കാം. എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം നെയ്യില്ലെങ്കിൽ ഓയിൽ തേച്ച് കൊടുത്താലും മതി. അപ്പോൾ നെയ്യ് എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടി വിതറുന്ന എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഒരു ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ മാവിനെ മടക്കി മടക്കി എടുക്കണം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ഇത്രത്തോളം വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പകുതി മാവും കൂടെ ഉണ്ട്, അതും ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അതിന് മുമ്പ് നമുക്ക് ഇതിനെ ഒന്ന് ഓരോന്നായിട്ട് പരത്തി വെക്കാം. ഇനി നമുക്ക് ഇതെങ്ങനെ പരത്തുന്നതെന്ന് നോക്കാം. ആദ്യം ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇത് വെച്ചിട്ട് ഒന്ന് വളരെ സോഫ്റ്റായിട്ട് പരത്തി കൊടുക്കണം. എത്രത്തോളം പരത്താൻ പറ്റും അത്രയും ഒന്ന് പരത്തിയെടുക്കണം. ഇത്രയും മതിയാവും. ഈ ഒരു പരുവത്തിന് പരത്തി നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇതുപോലെ എല്ലാം റോൾസും ഇതുപോലെ തന്നെ പരത്തിയെടുക്കണം. ആദ്യം കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ചപ്പാത്തി കുഴവി വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ എല്ലാ റോൾസും നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കും. ഞാനിവിടെ എല്ലാ മാവും പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മടക്ക് സേവ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് പഞ്ചസാര പാനി കാച്ചി എടുക്കണം. അതിനായിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കാണ്. ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഏലക്കപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാര പാനി തയ്യാറായിട്ടുണ്ട്. പഞ്ചസാര എല്ലാം അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് മടക്ക് സേവ ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് പരത്തി വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. നമ്മുടെ പാനിൽ എത്ര എണ്ണ ഇടാൻ പറ്റുമോ അതനുസരിച്ച് ഇട്ട് കൊടുക്കാം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. തിരിച്ചു മറിച്ചിട്ട് നമുക്കിതിനെ മൂപ്പിച്ചെടുക്കാം. എൻ്റെ ലെയറൊക്കെ കണ്ടോ, നല്ല വിടർന്ന് വന്നിട്ടുണ്ട്. കണ്ടോ, വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണിത് മടക്ക് സേവ. ഈ സൈഡൊക്കെ ഒരുവിധം കളറ് ചേഞ്ചായി വരുന്ന സമയത്ത് അത് മൂത്തിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിത് എടുക്കാം. ഈ ഒരു പരുവത്തിന് നമുക്ക് എടുക്കാം. എല്ലാ മടക്ക് സേവയും നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടുള്ള മടക്ക് സേവ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര പാനിയിലും കൂടെ ഒന്ന് മുക്കിയെടുക്കാം. പഞ്ചസാര പാനിയിൽ മുക്കണമെന്ന് ഇഷ്ടമല്ലാത്തവർക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ച് അത് ഇതിന് മുകളിൽ ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ പഞ്ചസാര പാനി വെച്ചിട്ടുണ്ട്. അപ്പം അതിലൊന്ന് മുക്കിയെടുക്കാം. ഇനി നമ്മുടെ മടക്ക് സേവ പഞ്ചസാര പാനിയിൽ ജസ്റ്റ് ഒന്നിട്ട് ഒന്ന് മുക്കിയെടുത്ത് വയ്ക്കാം. എല്ലാ മടക്ക് സേവ ഇതുപോലെ നമുക്ക് പഞ്ചസാര പാനിയിൽ മുക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മടക്ക് സേവ തയ്യാറായിട്ടുണ്ട്.
കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റിയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണം. വീണ്ടും പുതിയൊരു വിഭവമായി നമുക്ക് കാണാം.